ഹായ് ഹലോ ചന്ദ്രികയിൽ അലീന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലീന ചന്ദ്രാന്തത്തിൽ ഇപ്പോൾ നയനെ ഉപയോഗിച്ചുകൊണ്ട് പിങ്കിയെ പുറത്താക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതുവരെയും നന്ദയ്ക്ക് മനസ്സിലായിട്ടില്ല നയന തന്റെ സ്വന്തം ആഗ്രഹത്തിന് വേണ്ടിയിട്ട്, തന്റെ സ്വന്തം ആഗ്രഹം സഫലമാക്കാൻ വേണ്ടിയിട്ടാണ് നന്ദയുടെ കൂടെ കൂടി ചേർന്നത് എന്നുള്ള ഒരു കാര്യം നന്ദ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അവിടെ ആരും മനസ്സിലാക്കിയിട്ടില്ല. എന്തായാലും അതിന്റെ മുന്നോടിയായിട്ട് ചില പൊട്ടിത്തെറികൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പൊട്ടിത്തെറികൾ കുറച്ചുകൂടി ശക്തമാവാൻ വേണ്ടിയിട്ട് പോകുന്ന ദിവസങ്ങളാണ് ഇനി. എന്തായാലും ഇതുവരെയും നയനയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നന്ദ നിന്നിരുന്നുവെങ്കിൽ ഈ ഒരാഴ്ച കൊണ്ട് നയനയുടെ ചതി എന്താണെന്നും നയനയുടെ ആ രഹസ്യം എന്താണെന്നും നയന എന്താണ് ഇത് കരുതിക്കൂട്ടി എന്തിനു വേണ്ടിയിട്ടാണ് നയന ഇന്ത്യവരത്തിലോട്ട് വന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നന്ദ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന്റെ മുന്നോടിയായിട്ട് നടക്കുന്ന ചില പൊട്ടിത്തെറിയും കലഹങ്ങളും ഒക്കെയാണ് ഈ ഒരു ആഴ്ചത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ. അത് മാത്രമല്ല, ഈ ഒരു എപ്പിസോഡോടുകൂടി ചിലരുടെ ജീവിതങ്ങൾ തന്നെ മാറിമറിയാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നയന നല്ല ഒരാളാണ് എന്നാണ് അവിടെ നന്ദ വിചാരിച്ചുകൊണ്ടിരുന്നത്. അർജുന്റെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ഏട്ടത്തിയാണ് നന്ദ. അപ്പോൾ അർജുൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും പിങ്കി എനിക്ക് മറക്കാനായിട്ട് സാധിക്കത്തില്ല. പിങ്കി നല്ല ഒരാളാണ്. എന്നാൽ പിങ്കിയുടെ ആ ഒരു സ്വഭാവം മാറി എന്നെ സ്നേഹിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു സമ്മാനം അല്ലെങ്കിൽ ആ ഒരു സന്തോഷം എനിക്ക് കിട്ടാനില്ല എന്ന് അവിടെ അർജുൻ ഒരുപാട് വട്ടം നന്ദയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത്രത്തോളം തന്റെ ജീവനാണ് പിങ്കി എന്നാണ് അർജുൻ പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള സ്ഥിതിക്ക് അർജുനെയും പിങ്കിയും തമ്മിൽ പിരിച്ചതിന് ശേഷം അർജുനെ മറ്റൊരാളുമായിട്ട് കെട്ടിച്ച് സന്തോഷത്തോടെ ജീവിക്കും എന്ന് വിചാരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. അർജുന് സന്തോഷം എന്ന് കഴിഞ്ഞാൽ പിങ്കിയാണ്. പക്ഷെ പിങ്കിയുടെ സ്വഭാവം മാറി അർജുനുമായിട്ട് ഒത്തൊരുമിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് നന്ദയ്ക്ക് നല്ലതുപോലെ അറിയാം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നന്ദ ഈ കാര്യങ്ങളെല്ലാം കാട്ടിക്കൂട്ടിയത്. പക്ഷെ അതെല്ലാം അവസാനം നന്ദയ്ക്ക് തന്നെ തിരിച്ചടിയായിട്ട് മാറുവാണ്. നയന ഒരുപാട് ഓവറായിട്ട് അർജുനിൽ ഒരുപാട് കാര്യങ്ങൾ, അർജുനെ ഒരുപാട് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടും അർജുൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് കൊണ്ടിരിക്കുന്നതൊക്കെ കണ്ടിട്ട് നന്ദയ്ക്ക് ചെറിയ സംശയങ്ങളുണ്ട്. അപ്പോൾ 2-3 വട്ടം നന്ദ തന്നെ വാണിംഗ് ചെയ്തതാണ്. ഒരിക്കലും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ അവരെ തമ്മിൽ അകറ്റുന്നതല്ല, അവരെ തമ്മിൽ ഒരുമിപ്പിക്കുന്നതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് ഒരുപാട് തവണ നന്ദ പറഞ്ഞതാണ്. പക്ഷെ അതൊന്നും കേൾക്കാനോ അതെല്ലാം കേട്ടിട്ടും നന്ദയുടെ മുന്നിൽ തലയാട്ടി നിന്നതിന് ശേഷം വീണ്ടും അടിയിൽ കൂടി പാര വെക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നയന ശ്രമിച്ചത്. എന്നാൽ നയന വിചാരിച്ചത് താൻ ചെയ്യുന്ന ഈ കാര്യങ്ങളൊന്നും നന്ദ മനസ്സിലാക്കത്തില്ല. നന്ദ ആ ഒരു രീതിയിലാണ് നയന എല്ലാവരെയും പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇത് ഐറ്റം വേറെയാണ് സാറേ. നമ്മുടെ നന്ദ എന്ന് പറയുമ്പോഴത്തേക്കും വേറെ ലെവലാണ്. നയന വിചാരിക്കുന്നതിനേക്കാളും അപ്പുറം ഒരു ഹൈ ലെവലിൽ നിൽക്കുന്ന ആളാണ് നമ്മുടെ നന്ദ. കാരണം എവിടെയാണ് തെറ്റ്, എവിടെ അടിക്കണം, എവിടെ അടിച്ചു കഴിഞ്ഞാൽ തന്റെ ലക്ഷ്യം സഫലമാക്കാനായിട്ട് സാധിക്കും എന്നെല്ലാം നല്ലതുപോലെ അറിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പവർ പാക്കേജാണ് നമ്മുടെ നന്ദ. അപ്പോൾ ഒരു ഞൊടിയിടയിൽ തന്നെ നന്ദയുടെ മനസ്സിൽ ചെറിയ ചെറിയ സംശയങ്ങൾ തോന്നി തുടങ്ങിയത് കൊണ്ടാണ് നന്ദ 2 വട്ടം നയനെ വാണിംഗ് ചെയ്തത്. പക്ഷേ അവസാനം നന്ദ ആ സത്യം കണ്ടുപിടിച്ചു. നയനെ എന്തിനാണ് ഈ കിടന്ന് പുറപ്പാട് ചെയ്യുന്നത്? കാരണം അവിടെ ഇന്ത്യവരത്തിൽ പിങ്കി ഇല്ല എന്ന് മനസ്സിലാക്കിയ നയന അർജുനിൽ കുറച്ചുകൂടി അടുക്കാൻ വേണ്ടിയിട്ടും അർജുനെ കുറച്ചുകൂടി അകന്ന് നിൽക്കുന്ന അവരെ തമ്മിൽ അർജുനും നയനയും കൂടി കുറച്ചുകൂടി അടുക്കണം. എന്നിട്ട് പിങ്കിയെ പുറത്താക്കി എനിക്ക് അർജുന്റെ മനസ്സിൽ കയറി പറ്റണം. അർജുനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പല അടവുകളും അവിടെ പിങ്കി ഇല്ലാത്ത സമയത്ത് നയന കാണിച്ചു. പക്ഷെ അവിടെ പിങ്കി ഇല്ലെങ്കിൽ എന്താ, നമ്മളെ നന്ദയുണ്ട് എന്ന് നയന ഓർത്തില്ല. അതിന്റെ ആ ഒരു ശ്രമങ്ങൾ കാരണം നന്ദ സത്യങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. നയനയുടെ മനസ്സിൽ ഇപ്പോഴും അർജുനുണ്ടെന്നും അതുകൊണ്ടാണ് നയന ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടുന്നതെന്നും എന്റെ കൂടെ നിൽക്കാം എന്ന് നയന സമ്മതിച്ചതും ആ ഒരു ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള സത്യം നന്ദ കണ്ടുപിടിച്ചു. അതിന്റെ പേരിലാണ് നന്ദ അവിടെ ചെറിയ തർക്കങ്ങളും വഴക്കുകളും ഉണ്ടാവുന്നത്. നയനയോട് പോയി കാര്യങ്ങൾ ചോദിച്ചു. എന്നാൽ ആദ്യം ഇപ്പൊ എന്തൊക്കെ ചോദിച്ചാലും നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരും സമ്മതിച്ചു കൊടുക്കാൻ പോകുന്നില്ല. പിന്നെ നയന തന്നെ സമ്മതിച്ചു കൊടുത്തു, അതെ എനിക്ക് അർജുനെ സ്വന്തമാക്കണം, പിങ്കി ഇവിടുന്ന് തകർത്ത് പുറത്താക്കണം, എന്നിട്ട് എനിക്ക് അർജുനെ സ്വന്തമാക്കിയേ പറ്റത്തുള്ളൂ എന്ന്
നമ്മുടെ നന്ദയുടെ മുന്നിൽ വെച്ച് നയനെ വെല്ലുവിളിച്ചു. അപ്പോൾ ഈ വെല്ലുവിളികളൊക്കെ പുഷ്പം പോലെ സ്വീകരിച്ചിട്ട് അതെല്ലാം പുഷ്പം പോലെ തകർത്ത് കളയുന്ന ഒരു സ്വഭാവമാണ് നമ്മുടെ നന്ദയുടേത്. അതുകൊണ്ട് തന്നെ ആ വെല്ലുവിളി ഏറ്റെടുത്തതിന് ശേഷം വലിയൊരു വാണിംഗ് തന്നെ നന്ദ കൊടുത്തു. ഇനി നിന്റെ ഈ കളികളെല്ലാം നീ നിന്റെ കയ്യിൽ തന്നെ വെച്ചോ, നീ ഇവിടെ ഇറക്കാൻ നിൽക്കണ്ട, ഇറക്കി കഴിഞ്ഞാൽ എന്തായാലും നിനക്ക് പണി കിട്ടും എന്നുള്ളൊരു രീതിയിൽ നന്ദ സംസാരിച്ചു. അങ്ങനെ വലിയൊരു തർക്കങ്ങൾ തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ നയനയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നന്ദയെ മനസ്സിലായിട്ടില്ല. അത് തന്നെയാണ് യഥാർത്ഥ സത്യം. തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗം ചെയ്യാനും തയ്യാറായിട്ട് നിൽക്കുന്ന ആളാണ് നന്ദ. ഒരുപാട് പ്രശ്നങ്ങൾ ആ ഇന്ത്യവരത്തിൽ ഉണ്ടായപ്പോഴും ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് എല്ലാ കുടുംബങ്ങളെയും ഒന്നിച്ച് ചേർത്ത് നിർത്തിയിരുന്ന ആളാണ് നന്ദ. അതുകൊണ്ട് തന്നെ നയനയുമായിട്ടുള്ള ഏറ്റുമുട്ടലിന് നന്ദ തയ്യാറായി നിൽക്കുവാണ്. അവിടെ അർജുനെ കുറച്ചുകൂടി കെയർ ചെയ്യാനും അർജുന ആഹാരം വാരി കൊടുക്കാനും എന്നിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അർജുന്റെ കാര്യങ്ങളെല്ലാം നയൻ നോക്കുന്നത് അവിടെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ അവിടെ അർജുൻ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോഴത്തേക്കും അർജുന് വാരി കൊടുക്കാം, ഞാൻ വാരിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അർജുൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് അർജുനെ ആഹാരം വാരി കൊടുക്കുകയും ഇതെല്ലാം പവിത്രയും മോഹിനിയൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് പിങ്കിക്ക് കാണിച്ചു കൊടുക്കുവാണ്. ഇതെല്ലാം കണ്ട പിങ്കിക്ക് സഹിക്കാൻ പറ്റില്ല. ഇത്രത്തോളം അവിടെ നയന വളർന്നു കഴിഞ്ഞോ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിലാണ് പിങ്കി നിൽക്കുന്നത്. അങ്ങനെ നയനെ ഇപ്പൊ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വലിച്ചു കീറും എന്നുള്ളൊരു ദേഷ്യത്തിലാണ് പിങ്കി നിൽക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഈ ഒരാഴ്ച എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഇന്ത്യവരത്തിലെ വലിയൊരു നിർണായക ദിവസം തന്നെയാണ്. ഈ ഒരു ആഴ്ചയോടുകൂടി തന്നെ നയനയുടെ പല കളികളും പുറത്താവുകയും നയനയുടെ പത്തി താഴ്ത്താൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ നമ്മുടെ പലരും ആ ഇന്ത്യവരത്തിൽ അവതരിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് ഈ ഒരു സസ്പെൻസ് ഒക്കെ നമുക്ക് ഈ ഒരു ആഴ്ച കൊണ്ട് തന്നെ പൊളിക്കാം. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന നാളുകളിലുള്ള എപ്പിസോഡുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.